എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് 16 ലക്ഷം പേർക്ക് പുതിയൊരു അവസരമായിട്ട് PSC വന്നിരിക്കുകയാണ്. ഇനി ഈ വരാൻ പോകുന്ന ഏതെല്ലാം പരീക്ഷകളിലാണ് പ്രായപരിധി ഉയർത്തിയത്, നിങ്ങൾക്ക് ഗുണകരമായി വരുന്നത് തുടങ്ങിയതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്കറിയാം, ഓൾഡ് PSC ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നമുക്ക് 35 വയസ്സ് വരെ ആയിരുന്നു ഏറ്റവും ആദ്യം നമുക്ക് PSC പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത്. ആ സമയത്ത് അവരുടെ പെൻഷൻ പ്ലാൻ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെൻഷൻ സമയം റിട്ടയർമെന്റ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 55 ആയിരുന്നു. പിന്നീട് 2012 ഒക്കെയാണ് ഉമ്മൻചാണ്ടി സർക്കാർ വന്ന സമയത്ത് അത് 36 ആക്കിയിട്ടുണ്ടായിരുന്നു ജനറൽ കാറ്റഗറിക്ക്. ആ സമയത്ത് 56 ആയിരുന്നു പെൻഷൻ പ്ലാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ വീണ്ടും ഒരു അവസരം, അതായത് ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 2.5 വർഷത്തോളമായിട്ട് ഒരുപാട് PSC ഉദ്യോഗാർത്ഥികൾ ഇതിന്റെ പിന്നാലെ ഈ ഒരു ഏജ് ലിമിറ്റ് കൂട്ടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഒരുപാട് അവരുടെ പ്രയത്നം ഉണ്ടായിട്ടുണ്ട്. കൃത്യമായിട്ട് അത് നമുക്കറിയാം. ഓരോരുത്തരുടെയും കൂടെ നമ്മളും ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഓരോരുത്തരുടെയും പ്രയത്നവും നമ്മളും അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അപ്പൊ ആ ഒരു ഉദ്യോഗാർത്ഥികളുടെ ഒരു കഠിനമായിട്ടുള്ള ഒരു പ്രയത്നം കൂടെയാണ് ഇന്നത്തെ ഈ ഉദ്യോഗാർത്ഥികൾ. ചിലർക്ക് ഏജ് കഴിഞ്ഞു പോയിട്ടുണ്ട്, 2 വർഷത്തോളം അവർക്ക് കാത്തിരുന്നു. പക്ഷെ എങ്കിൽ കൂടി നമുക്ക് ഇപ്പോൾ അതിൻ്റെ ഒരു പോസിറ്റീവ് ആസ്പെക്ട് കാണാം. എന്നിരുന്നാൽ കൂടി ഇപ്പൊ ഏജ് ലിമിറ്റ് കൂട്ടിയിരിക്കുകയാണ് അല്ലെ. അപ്പം സാധാരണയായിട്ട് കഴിഞ്ഞ നാള് വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജനറൽ കാറ്റഗറിക്ക് 36 വയസ്സ് വരെ ആയിരുന്നു. ഇനി പുതുതായിട്ടുള്ള നമ്മളുടെ ഏജ് ലിമിറ്റ് അനുസരിച്ച് ജനറൽ കാറ്റഗറി 40 വയസ്സ് വരെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്, ഈ എക്സാമിന്, ഇനി വരാൻ പോകുന്ന എക്സാമിന് അപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ OBC കാറ്റഗറിക്ക് നമുക്കറിയാം 39 ആയിരുന്നു, അത് എത്രയായിട്ടുണ്ട്, പുതിയതനുസരിച്ച് 43 ആയിട്ടുണ്ട് അല്ലെ. അതേപോലെ തന്നെ SC STക്ക് എത്ര വയസ്സ് വരെ വന്നിട്ടുണ്ട്, 45 വയസ്സ് വരെയാണ് പുതിയ പ്രായപരിധി അനുസരിച്ച് ഇനി വരാൻ പോകുന്ന PSCയുടെ പരീക്ഷയ്ക്ക് ഈ ഒരു പ്രായപരിധി അനുസരിച്ചിട്ടാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത് അല്ലെ. അപ്പൊ 1990 വരെ എത്തിയിട്ടുണ്ടായിരുന്നു. 36 എന്ന് പറയുമ്പം 90 വരെയാണ്. ഇനി എന്താണ്, അതായത് 2/1/1986 ഈ വർഷം മുതൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് അടുത്ത പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും എന്നുള്ള ഒരു സന്തോഷ വാർത്ത തന്നെയാണ് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. മാത്രമല്ല ഏകദേശത്തോളം നമുക്ക് കണക്കെടുത്തു കഴിഞ്ഞാൽ 16 ലക്ഷം ഉദ്യോഗാർത്ഥികളാണ് പുതിയ പ്രായപരിധി അനുസരിച്ച് PSC പരീക്ഷയ്ക്ക് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് എന്താണ് അർഹരമായിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അല്ലെ. ഇനി ഈ ഓൾറെഡി നമുക്ക് PSCയുടെ ഏറ്റവും കുറച്ചുകൂടെ ഈ ഒരു ഈ ഒരു തീരുമാനം കുറച്ചുകൂടി നേരത്തെ വന്നിരുന്നെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻസ് നമുക്കറിയാം. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളതും ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ, ഇപ്പൊ നമ്മൾ നിയമനങ്ങളുടെ പ്രശ്നം പറഞ്ഞെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ നിയമനം നടന്നുകൊണ്ടിരിക്കുന്ന കമ്പനി കോർപ്പറേഷൻ നിങ്ങൾക്ക് അറിയായിരിക്കും, LGS അല്ലെ. ഒരുപാട് പേരുടെ അവസരമാണ് പോയിട്ടുള്ളത്. അപ്പൊ കുറച്ചുകൂടി മുൻപ് ഈ ഒരു വന്നായിരുന്നുവെങ്കിൽ കമ്പനി ബോർഡ് LGSഉം ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിച്ചിരുന്നേനെ. പക്ഷെ ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ അത് ഓർത്ത് വിഷമിച്ചിട്ടും കാര്യമില്ല. പക്ഷെ ഇനി വരാൻ പോകുന്ന പരീക്ഷകൾ ഏതൊക്കെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾക്കും ഡൗട്ട് വരുന്നതും, അല്ലെങ്കിൽ ഈ പറയുന്ന യൂണിഫോം പോസ്റ്റുകൾക്കൊക്കെ പ്രായപരിധി ഉണ്ടോ, കൂട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ് പറയുന്നത്. ശരിക്കും SI പോസ്റ്റ് 31 തന്നെയാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഫോഴ്സ് ലെവലായിട്ടുള്ള പരീക്ഷകൾക്കൊക്കെ ഫിസിക്കലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതിനൊരു ഏജ് ലിമിറ്റ് കൂട്ടാനുള്ള ഒരു സാധ്യത കാണുന്നില്ല. അതിൽ മാറ്റം വന്നിട്ടുമില്ല. പിന്നെ അതുപോലെ KSന്റെ സ്ട്രീം 1നാണെങ്കിൽ പോലും നമുക്ക് ആ ഒരു കാറ്റഗറി തന്നെയാണ് വരുന്നത്. ഇനി വരാനുള്ള ഒരു സാധ്യതയും നമുക്ക് കുറവാണ് കാണുന്നത്. ഇനി അതേപോലെ തന്നെ നമ്മൾ 2025 നോക്കിക്കഴിഞ്ഞാല് എത്രയാണ്, ഏകദേശം ഏറ്റവും കൂടുതൽ 961ഓളം വിജ്ഞാപനങ്ങൾ PSC പുറപ്പെടുവിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ റെക്കോർഡ് വിജ്ഞാപനങ്ങളായിരുന്നു PSC വിട്ടിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് നോക്കിയാൽ 961 അല്ല കേട്ടോ, 902 ആണ് കേട്ടോ. 902 നോട്ടിഫിക്കേഷൻസ് ആണ് 2025 ഏകദേശം റിലീസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ഈ പറയുന്ന SI പോലുള്ള പരീക്ഷകൾക്കൊക്കെ നമുക്ക് ഇനി ഒരു ഏജ് ലിമിറ്റ് കൂട്ടാനുള്ള ഒരു സാധ്യത ജനറൽ കാറ്റഗറിക്ക് വളരെ ചുരുങ്ങിയതാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം, ഇനി വരാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്,
ഇപ്പൊ ഇത് വിളിച്ചിട്ടേ ഉള്ളൂ കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, ഇനി വരുന്നതാണ് കേട്ടോ നമ്മൾ പറയുന്നത്. അതുപോലെ LD ക്ലർക്ക് നമുക്കറിയാം 2026 നമുക്ക് വരാൻ പോകുന്ന അടുത്തൊരു നോട്ടിഫിക്കേഷൻ ആണ് ഏത് പറയുന്നത്, LD ക്ലർക്ക് LGS എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഇയർ അവസാനം വരാൻ പോകുന്ന മറ്റൊരു നോട്ടിഫിക്കേഷൻ ആണ് ഡയറി ഫാം ഇൻസ്ട്രക്ടർ. ഇപ്പൊ വിളിച്ച ലീഗൽ മെട്രോളജി അല്ലാതെ ഇനി വരാൻ പോകുന്ന ലീഗൽ മെട്രോളജി, സയന്റിഫിക് ഓഫീസർ, അതുപോലെ ലീഗൽ അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ, ലാബ് ടെക്നീഷ്യൻ, അസിസ്റ്റന്റ് പോലുള്ള പരീക്ഷകളിലൊക്കെ ഇനി വരാൻ പോകുന്നതിൽ നമുക്ക് പുതിയ ഏജ് ലിമിറ്റ് അനുസരിച്ച് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ടൈപ്പിംഗ് പോസ്റ്റുകളൊക്കെ ഉണ്ട്, വേരിയസ് ആയിട്ടുള്ള ടൈപ്പിംഗ് പോസ്റ്റുകളിലേക്കൊക്കെ ഇനി വിളിക്കാൻ പോകുന്ന ഏജ് ലിമിറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി ബാക്കിയുള്ള നമ്മൾ ടീച്ചിങ് എക്സാം, നമ്മളിപ്പോൾ OBC കാറ്റഗറി പറഞ്ഞെങ്കിൽ പോലും സാധാരണയായിട്ട് ജനറൽ കാറ്റഗറി നമുക്ക് ടീച്ചിങ് പോസ്റ്റിലേക്കൊക്കെ ലൈക്ക് നമ്മളുടെ LP UP അതേപോലെ തന്നെ ഇതാണ് നമുക്ക് HST അല്ല HSA പോലുള്ള പരീക്ഷകളിലൊക്കെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 40 തന്നെയാണ്. ജനറൽ കാറ്റഗറിക്ക് 40 ആയിരുന്നു. അപ്പൊ ഈ ടീച്ചിങ് പോസ്റ്റിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി അസിസ്റ്റന്റ് പ്രൊഫസറൊക്കെ നമുക്ക് 40 ആണ് ജനറൽ കാറ്റഗറി വരുന്നത്. അപ്പൊ ഇനി അടുത്തതും എന്താണ്, നമുക്ക് വരാൻ പോകുന്ന LDC LGS പരീക്ഷയ്ക്കൊക്കെ ഈ ഒരു ഏജ് ലിമിറ്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഇനി അതേപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ട ഒരു കാര്യം, 40 വയസ്സ് നമുക്ക് ആയിട്ടുണ്ട്. അതിപ്പോ നമുക്ക് ലാസ്റ്റ് ഏജ് ലിമിറ്റ് 36 എന്നുള്ള നമുക്ക് കോവിഡ് വന്ന് ബാക്കിയുള്ള സ്റ്റേറ്റിലൊക്കെ ഏറ്റവും കൂടുതൽ നോക്കിക്കഴിഞ്ഞാൽ തെലങ്കാനയിലാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു 46 ജനറൽ കാറ്റഗറി 46 വയസ്സ് വരെയുള്ളക്ക് തെലങ്കാനയിലാണ് ഏറ്റവും കൂടുതൽ ഏജ് ലിമിറ്റ് അനുസരിച്ച് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. ദെൻ അതിനുശേഷം കോവിഡ് വന്ന് ഒരുപാട് പേരുടെ അവസരങ്ങൾ പോയി കഴിഞ്ഞ് LDC നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ഉദ്യോഗാർത്ഥികളുടെ ഒരു പ്രയത്നം കൊണ്ട് തന്നെയാണ് ഇന്ന് ഈ ഒരു PSC അല്ലെങ്കിൽ ഈ ഒരു തീരുമാനം ഗവൺമെന്റ് ഇട്ടിട്ടുള്ളത്. ഇനിയിപ്പോ എന്തെങ്കിലും ആവട്ടെ, ഇനിയിപ്പോ ഇലക്ഷൻ വന്നിട്ടാവാം, അതാകാം ഇതാകാം, ഓക്കെ വാട്ടെവർ, നമ്മൾ എന്തെങ്കിലും പോലും ഇതിപ്പോ ഒരു നല്ലൊരു അവസരമായി മുന്നോട്ട് കണ്ടുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിനു വേണ്ടിയിട്ട് പഠനം ആരംഭിക്കുക. ഓക്കെ, അപ്പൊ ഈ വരുന്ന നമുക്ക് 2026 അവസാന നോട്ടിഫിക്കേഷൻ വന്ന് അടുത്ത വർഷം പകുതിയോട് കൂടിയിട്ട് പരീക്ഷ നടക്കാൻ പോകുന്ന LDC LGS തുടങ്ങിയ പരീക്ഷകൾക്ക് വേണ്ടി ഇപ്പോഴേ മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തയ്യാറെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതിന് ഒരു 150 ഡേയ്സ് സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് തന്നാലോ, 150 ദിവസത്തെ സ്റ്റഡി പ്ലാൻ പ്രകാരം Day 1 Day 2 Day 3 അങ്ങനെ 150 മോക്ക് ടെസ്റ്റുകൾ ഓരോ ഡേ അനുസരിച്ച് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അതേപോലെ തന്നെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ലൈവിൽ തന്നെ നമ്മൾ ടോപ്പിക് അനുസരിച്ച് ഡിസ്കഷൻ ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ്സുകളും റെക്കോർഡഡ് ക്ലാസ്സുകളും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡെയിലി ടൈം ടേബിൾ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് നൽകുന്നത്. അതുകൂടാതെ ഓരോ 10 ഡേയ്സ് കൂടുമ്പം നിങ്ങൾക്ക് Day 10 Day 20 Day 30 ചെയ്യുമ്പം OMR പ്രാക്ടീസും നമ്മൾ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. മാക്സിമം റിവിഷൻ ചെയ്യിപ്പിക്കുന്നു. ബാക്കിയുള്ള അക്കാഡമിയിൽ നിന്ന് ഓഫ്ലൈൻ ആയിട്ടുള്ള ഒരു മെത്തേഡ് കൂടി ഞാൻ നിങ്ങളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതായത് OMR, അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളെ കൊണ്ട് OMR തന്നെ വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കുക. PSC മോഡൽ ആയിട്ടുള്ള 200 പേജ് അടങ്ങിയ OMR ഷീറ്റ് ആണ് നിങ്ങൾക്ക് നമ്മൾ ഇവിടുന്ന് അയച്ചു തരുന്നത്. ഇനി നിങ്ങൾക്ക് ബുക്ക് മാത്രമായിട്ട് മതിയെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി. അപ്പോൾ നിങ്ങളുടെ പഠനം ഉഷാറാക്കാനും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനുമായിട്ട് നിങ്ങളൊരു മെന്റർ സഹായത്തോടു കൂടി ഉണ്ടാകും. അപ്പൊ ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, ഇപ്പോഴേ മുതൽ നിങ്ങൾ പഠിച്ചു തുടങ്ങിക്കോളൂ. സർക്കാർ ജോലി തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വരാൻ പോകുന്ന LDC LGS ഒക്കെ നിയമനങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ജില്ലാതല അടിസ്ഥാനത്തിൽ നടത്തുന്ന പരീക്ഷകളാണ്. അപ്പൊ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തേക്കാം. അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നമ്മളുടെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് സ്റ്റഡി നോട്ട്സിനും വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്തിരിക്കുക. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. Till then, bye bye and thank you.